ഹായ് എവ്രി വൺ, എല്ലാവർക്കും ലേൺ ഇംഗ്ലീഷ് ത്രൂ ന്യൂസ് പേപ്പറിൻ്റെ 10ാമത്തെ ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് 10th പാർട്ടാണ്, 100 ഡേയ്സ് ചലഞ്ചാണ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ന്യൂസ് എന്ന് പറയുന്നത് ടൈംലി ട്രാഫിക് സ്റ്റോപ്പേജ് അവേർഡ്സ് ബിഗ് ട്രാജഡി അറ്റ് ലാൻഡ്സ്ലൈഡ് സൈറ്റ്. ദ ട്രിബ്യൂൺ എന്ന് പറയുന്ന ന്യൂസ് പേപ്പറിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ന്യൂസാണ്. ഹിമാചൽ പ്രദേശുമായി ബന്ധപ്പെട്ട ഒരു പ്രാദേശിക എന്നാൽ നാഷണൽ ന്യൂസാണ്. ഓക്കെ, അപ്പോൾ ടൈംലി ട്രാഫിക് സ്റ്റോപ്പേജ് അവേർഡ്സ് ബിഗ് ട്രാജഡി അറ്റ് ലാൻഡ്സ്ലൈഡ് എന്ന് തുടങ്ങുന്ന ഈ വാർത്ത, ആദ്യം നമുക്കിതിൻ്റെ ഹെഡ്ലൈൻ നോക്കാം, അതിനുശേഷം വാർത്ത സൂം ചെയ്ത് വാർത്തയിലേക്ക് കിടക്കാം. ടൈംലി ട്രാഫിക്. അപ്പോൾ ഇവിടെ ടൈംലി ട്രാഫിക് സ്റ്റോപ്പേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ട്രാഫിക് സ്റ്റോപ്പേജ് എന്ന് പറയുമ്പോൾ നിർത്തിവെക്കുക, എന്തെങ്കിലും സംഗതി നിർത്തുക അല്ലെങ്കിൽ നിയന്ത്രിക്കുക, സ്റ്റോപ്പേജ്. അപ്പോൾ ടൈംലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലോചിതമായി അല്ലെങ്കിൽ സമയോചിതമായിട്ട് ടൈംലി ചെയ്യേണ്ട സമയത്ത് ചെയ്യുന്ന പ്രവൃത്തി ടൈംലി എന്ന് പറയുമ്പോൾ കാലോചിതമായ അല്ലെങ്കിൽ സമയോചിതമായ എന്ത് ട്രാഫിക് സ്റ്റോപ്പേജസ്. ട്രാഫിക് നിർത്തിവെക്കൽ, ഗതാഗതം നിർത്തിവെച്ചു. ഓക്കെ, ട്രാഫിക് സ്റ്റോപ്പ് ചെയ്യലാണ് സ്റ്റോപ്പേജ്. അതുകൊണ്ട് എന്ത് ഒഴിവാക്കി? അവേർഡ്സ് മീൻസ് എന്താണ്? ഒഴിവാക്കുക അല്ലെങ്കിൽ തടുക്കുക അല്ലെങ്കിൽ വിലക്കുക, തടയുക. എന്ത് തടഞ്ഞു? ബിഗ് ട്രാജഡി, ഒരു വലിയ ദുരന്തം. ട്രാജഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുരന്തമാണെന്ന് എല്ലാവർക്കും അറിയാം. ട്രാജഡി മീൻസ് ദുരന്തമാണ്, ട്രാജഡി. ബിഗ് ട്രാജഡി അറ്റ് ലാൻഡ്സ്ലൈഡ് സൈറ്റിൽ. ലാൻഡ്സ്ലൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉരുൾപൊട്ടലാണ്. ലാൻഡ്സ്ലൈഡ് മീൻസ് ഉരുൾപൊട്ടൽ. ട്രാജഡി മീൻസ് ദുരന്തം. സ്റ്റോപ്പേജ് മീൻസ് എന്താണ്? തടുക്കുക, വിലക്കുക, ഒഴിവാക്കുക. അപ്പോൾ ഇതിൽ നിന്നും കാര്യം മനസ്സിലായല്ലോ. ടൈംലി ട്രാഫിക് സ്റ്റോപ്പേജ്, സമയോചിതമായ ഗതാഗത നിയന്ത്രണം, ഗതാഗതം വെച്ചത്. അവേർഡ്സ് ഒഴിവാക്കി. ബിഗ് ട്രാജഡി, വലിയ ദുരന്തം. എപ്പോൾ? അറ്റ് ലാൻഡ്സ്ലൈഡ് സൈറ്റ്, ഉരുൾപൊട്ടിയ സൈറ്റിൽ. അപ്പോൾ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ കൃത്യമായ സമയത്ത് വാഹന ഗതാഗതം നിയന്ത്രിച്ചതിൻ്റെ ഭാഗമായി വലിയ ദുരന്തം ഒഴിവാക്കപ്പെട്ടു എന്ന് പറയുന്ന വാർത്തയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വാർത്തയുടെ ഉൾഭാഗത്തേക്ക് കടക്കാം. വാർത്തയുടെ ഉൾഭാഗം നമുക്ക് ആദ്യത്തെ പാരഗ്രാഫ് വായിക്കാം. ആദ്യത്തെ പാരഗ്രാഫ് എന്താ പറയുന്നത്? വെഹിക്കുലർ ട്രാഫിക് ഓൺ ദി നാഷണൽ ഹൈവേ 5. നാഷണൽ ഹൈവേ 5 വെഹിക്കുലർ ട്രാഫിക്, അതായത് ഗതാഗതം എന്ത് സംഭവിച്ചു? സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. എപ്പോഴാണ് സ്റ്റോപ്പ് ചെയ്യപ്പെട്ടത്? സ്റ്റോപ്ഡ് നിയർ നിഗുൽസാരി വില്ലേജ് ഇൻ കിന്നോർ ഡിസ്ട്രിക്റ്റ്. അതായത് ഷിംലയിലെ കിന്നോർ ഡിസ്ട്രിക്റ്റിലെ നിഗുൽസാരി വില്ലേജിൻ്റെ അടുത്ത് നാഷണൽ ഹൈവേ 5 ഗതാഗതം നിർത്തിവെക്കപ്പെട്ടു. ഓക്കെ, എപ്പോഴാണ് നിർത്തിവെക്കപ്പെട്ടത്? ബേർലി എ ഫ്യൂ അവേഴ്സ് ബിഫോർ, അതായത് കഷ്ടിച്ച് ഏതാനും മണിക്കൂറുകൾ മുമ്പ്. എന്തിൻ്റെ മുൻപ്? എ മേജർ ലാൻഡ്സ്ലൈഡ്, ഒരു വലിയ ലാൻഡ്സ്ലൈഡിൻ്റെ മുമ്പ്. ഓക്കെ, ഒരു വലിയ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ മുൻപായിട്ട് ഗതാഗതം സ്റ്റോപ്പ് ചെയ്യപ്പെട്ടു. ഏത് ലാൻഡ്സ്ലൈഡാ? നോക്കൂ, വാഷ്ഡ് അവേ എ 400 meters സ്ട്രെച്ച് ഓഫ് ദി റോഡിൻ്റെ 400 മീറ്ററോളം ഒലിച്ചു പോയ. വാഷ്ഡ് അവേ എന്ന് പറഞ്ഞാൽ ഒലിച്ചു പോവുക. വെഹിക്കുലർ ട്രാഫിക്, വാഹന ഗതാഗതം. ബേർലി, കഷ്ടിച്ചപ്പോൾ വാഷ്ഡ് അവേ, റോഡിൻ്റെ 400 മീറ്ററോളം ഒലിച്ചു പോയ ഒരു ലാൻഡ്സ്ലൈഡ് ഉണ്ടായി. ആ ലാൻഡ്സ്ലൈഡ് ഉണ്ടാകുന്നതിൻ്റെ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പേ വാഹന ഗതാഗതം അവിടെ ഹൈവേ 5 നാഷണൽ ഹൈവേ 5 നിർത്തിവെച്ചു. ദ ടൈംലി ആക്ഷൻ, ആ ടൈംലി ആക്ഷൻ കാരണം, അതായത് സമയോചിതമായ, ടൈംലി ആക്ഷൻ എന്ന് പറഞ്ഞാൽ കാലോചിതമായ, സമയോചിതമായ പ്രവൃത്തി. ആ സമയോചിതമായ പ്രവൃത്തി, ടൈംലി ആക്ഷൻ ഓഫ് ദി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷൻ, ജില്ലാ ഭരണകൂടത്തിൻ്റെ സേവ്ഡ്
രക്ഷിച്ചു. ജില്ലാ ഭരണകൂടത്തിൻ്റെ ആ സംയോജിതമായ കാലോചിതമായ പ്രവൃത്തി രക്ഷിച്ചു. എന്ത് രക്ഷിച്ചു? സെവറൽ പ്രഷ്യസ് ലീവ്സ്, ധാരാളം വിലയേറിയ ജീവനുകൾ രക്ഷിച്ചു, രക്ഷപ്പെടുത്തി. പ്രഷ്യസ് ലീവ്സ് എന്ന് പറയുന്നത് വിലയേറിയ ജീവനുകൾ. 2 years ago, 2 വർഷം മുമ്പ് 28 people were killed, 28 ആളുകൾ അവിടെ കൊല ചെയ്യപ്പെട്ടു, മരിച്ചുപോയി. Several others were, ധാരാളം മറ്റുള്ളവർ were injured, പരിക്കേറ്റു. when a massive landslide, ഇതുപോലെ ഒരു വലിയ മാസീവായ ഒരു ബൃഹത്തായ ലാൻഡ്സ്ലൈഡ് ഉണ്ടായ സമയത്ത്, ഓക്കെ, ഹിറ്റ് എ ബസ്. അപ്പോൾ ഇതുപോലെ ഒരു മാസീവായിട്ടുള്ള ഒരു വലിയ ബൃഹത്തായ ലാൻഡ്സ്ലൈഡ് ഒരു ബസ്സിനെ ഹിറ്റ് ചെയ്തു, ഒരു ബസ്സിൽ വന്നിട്ട് ഇടിച്ചു, അല്ലെങ്കിൽ ആ ഒരു ബസ്സിൽ ഈ ലാൻഡ് സ്ലൈഡിൽ ആ ബസ് പെട്ടുപോയി. എ ഫ്യൂ അതർ വെഹിക്കിൾസ്, അതുപോലെ ഏതാനും മറ്റ് വാഹനങ്ങൾ അബൌട്ട് 1/2 kilometer ഫ്രം ദ കറന്റ് സ്പോട്ട്. ഈ സംഭവം നടന്ന, ഇപ്പോൾ ലാൻഡ് സ്ലൈഡ് നടന്ന ആ സംഭവത്തിൽ നിന്ന് ഏതാനും ഒരു 1/2 kilometer അകലെ മുമ്പ് 2 വർഷം മുമ്പ് 28 ആളുകൾ മരിച്ചു പോയൊരു സംഭവം ഉണ്ടായി. അന്ന് കുറേ വാഹനങ്ങളും ഒരു ബസ്സും എന്തായി, ഈ ലാൻഡ് സ്ലൈഡിൽ പെട്ടുപോയിരുന്നു. ഓക്കെ, ഈ പറയുന്ന മണ്ണിടിച്ചിലിൽ പെട്ടുപോയിരുന്നു. ഓക്കെ, യെസ്. ഇനി വി സ്റ്റോപ്ഡ് ട്രാഫിക് അറൗണ്ട് 6 PM. 6 മണിയോട് കൂടിയിട്ട് ഞങ്ങൾ വൈകുന്നേരം 6 മണിയോട് കൂടി ഞങ്ങൾ ട്രാഫിക് സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ദ ലാൻഡ് സ്ലൈഡ് ഒക്കേർഡ് അറൗണ്ട് 11 PM. ലാൻഡ് സ്ലൈഡ് എപ്പോഴാണ് ഉണ്ടായത്? 11 മണിയോട് കൂടിയാണ്, രാത്രിയിൽ. സോ യെസ്, ഇറ്റ് വാസ് ക്വൈറ്റ് എ ക്ലോസ് കോൾ. ഇതൊരു ക്ലോസ് കോൾ ആയിരുന്നു. ക്ലോസ് കോൾ മീൻസ് നമ്മൾ ഇംഗ്ലീഷ് തന്നെ വേറൊരു വേർഡ് ഉണ്ട്, ക്ലോസ് ഷേവ്. അതായത് കഷ്ടിച്ച് രക്ഷപ്പെടുക. ഇറ്റ് വാസ് എ ക്ലോസ് ഷേവ്, ഇറ്റ് വാസ് എ ക്ലോസ് കോൾ. ഓക്കെ, ക്ലോസ് ഷേവ്. ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകുമ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇറ്റ് വാസ് എ ക്ലോസ് ഷേവ്, ഇറ്റ് വാസ് ക്ലോസ് കോൾ എന്ന് നമ്മൾ പറയുമ്പോൾ, ക്ലോസ് കോൾ എന്ന് പറഞ്ഞാൽ കഷ്ടിച്ച് രക്ഷപ്പെടുക എന്നാണ്. ക്ലോസ് കോൾ, കഷ്ടിച്ച് രക്ഷപ്പെടുക. സെഡ് ചന്ദർ മോഹൻ താക്കൂർ, തഹസിൽദാർ. ഇത് പറഞ്ഞതാരാ? ആ തഹസിൽദാറാണ് ആ നാട്ടിലെ. ഓക്കെ, നിച്ചാർ. ഹാഡ് ട്രാഫിക്, തഹസിൽദാർ. ഓക്കെ, ആരാണ്? മോഹൻ താക്കൂർ എന്നാണ്, ചന്ദർ മോഹൻ താക്കൂർ എന്നാണ് തഹസിൽദാറിൻ്റെ പേര്. ഓക്കെ, ഇനി ഹാഡ് ട്രാഫിക് നോട്ട് ബീൻ ക്ലോസ്ഡ്. ശ്രദ്ധിക്കണേ, അത് അദ്ദേഹം പറഞ്ഞ ഡയലോഗാണ്. ഹാഡ് ട്രാഫിക് നോട്ട് ബീൻ ക്ലോസ്ഡ്. ഇവിടെ ഒരു ഗ്രാമർ ഉണ്ട്, അത് ശ്രദ്ധിക്കണം. 10 to 15 vehicles would have been moving on stretch at the time of the landslide. അതായത് ഈ ഹാഡ് വെച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഹാഡ് ട്രാഫിക് നോട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇത് സത്യത്തിൽ ഇഫ് ക്ലോസ് എന്ന് പറയുന്ന ഇംഗ്ലീഷിലെ ഒരു ഗ്രാമറാണ്. അതായത് ഹാഡ് ട്രാഫിക് നോട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്: ഇഫ് ട്രാഫിക് ഹാഡ് നോട്ട് ക്ലോസ്ഡ്. അതിൻ്റെ അർത്ഥം എന്താ? ഇപ്പം നമുക്ക് അർത്ഥം മനസ്സിലായിട്ടല്ലോ. ഇഫ് ട്രാഫിക് ഹാഡ് നോട്ട് ക്ലോസ്ഡ്, ട്രാഫിക് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. ഇഫ് ട്രാഫിക് ഹാഡ് നോട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. അതിനെയാണ് ഈ രൂപത്തിൽ എഴുതിയിരിക്കുന്നത്. അതായത് ഈ ഇഫിനെ തട്ടിക്കളഞ്ഞിട്ട് ഹാഡിന് മുമ്പോട്ട് വെക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ഹാഡ് ട്രാഫിക് നോട്ട് ക്ലോസ്ഡ്, അതായത് ഹാഡ് ട്രാഫിക് നോട്ട് ക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ ട്രാഫിക് ക്ലോസ് ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ. അപ്പോൾ അവിടെ നമ്മൾക്ക് മനസ്സിലാക്കണം, അങ്ങനെ ഒരു സെൻറ്റൻസ് ഉണ്ടല്ലോ, അവിടെ ഇത് ഇഫ് ക്ലോസ് ആണെന്നും ഇഫ് ട്രാഫിക് ഹാഡ് നോട്ട് ക്ലോസ്ഡ് എന്നാണത് യഥാർത്ഥത്തിൽ സെൻറ്റൻസ് എന്നും നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ള ഗ്രാമറിൽ ഒരു റൂളുണ്ട്. ഇവിടെ നമ്മളിങ്ങനെ ഹാഡ് വെച്ച് പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പുറത്ത് വുഡ് ഹാവ് ബീൻ വെച്ചാണ് പറയുക. ഇങ്ങനെ സംഭവിക്കുമായിരുന്നു, വുഡ് ഹാവ് ബീൻ, ഇങ്ങനെ സംഭവിക്കുമായിരുന്നു. നീ എന്നെ അന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ വന്നിട്ടുണ്ടാകുമായിരുന്നു. നമ്മളെങ്ങനെ പറയാ? ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ. ഓക്കെ, ഇൻവൈറ്റഡ് മീ പഴയ കാര്യമാണ്, പഴയ 10 കൊല്ലം 5 കൊല്ലം മുമ്പത്തെ കഥയാണ് പറയുന്നത്. ഇഫ് യു ഹാഡ് ഇൻവൈറ്റഡ് മീ, എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഐ വുഡ് ഹാവ് കം. ഓക്കെ, അപ്പോൾ അവിടെ വുഡ് ഹാവ് കണ്ടോ, വുഡ് ഹാവ് വെച്ചിട്ടാണ് പറയുക, ഞാൻ അന്ന് വന്നിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ, വുഡ് ഹാവ്. ഈ വുഡ് ഹാവ് ഇവിടെ വരാൻ കാരണം ഇവിടെ ഹാഡ് ഉള്ളത് കൊണ്ടാണ്. ഇനി ഇതിനെ ഈ രൂപത്തിൽ പറയുകയാണെങ്കിൽ ഈ ഹാഡിനെ ഇങ്ങോട്ട് വെച്ച് ഇഫിനെ കളഞ്ഞ്
ഹാഡ് യു ഇൻവൈറ്റഡ് മീ, എന്നെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഓക്കെ ഐ വുഡ് ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ടാകുമായിരുന്നു. ഓക്കെ, സംഗതി മനസ്സിലായല്ലോ. ഇതിൽ കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചോളൂ, ഞാൻ മെസ്സേജ് അയച്ചോളൂ, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. ദ റോഡ് വാസ് സിങ്കിങ്, റോഡ് ഇങ്ങനെ മുങ്ങുകയായിരുന്നു. സിങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? മുങ്ങുക, ജലത്തിൽ മുങ്ങുക, താന്നു പോവുക. ഓക്കെ, ഫോർ ദ പാസ്റ്റ് 8-10 days, കഴിഞ്ഞ 10 ദിവസമായിട്ട്. ബട്ട് സ്റ്റിൽ വെഹിക്കിൾസ് വർ സ്ലോലി എലോ ടു ക്ലോസ്. ഏകദേശം റോഡ് ഇങ്ങനെ മുങ്ങുക അല്ലെങ്കിൽ താന്നു പോവുക എന്ന് അർത്ഥമുണ്ട് കേട്ടോ. സിങ്കിന് മുങ്ങുക അല്ലെങ്കിൽ താന്നു പോവുക. കഴിഞ്ഞ 10 ദിവസമായിട്ട് സ്ലോലി എലോട്ട്, എന്നിട്ട് അവിടെ വാഹനങ്ങൾ പതിയെ കടന്നു പോകാൻ അനുവദിച്ചിരുന്നു. ക്രോസ് റോഡ് സ്ട്രെച്ച്, ആ റോഡിൻ്റെ ആ ഭാഗം. ദ റിസ്റ്റോറേഷൻ വർക്ക്, ആ സംഭവം, ആ റോഡിൻ്റെ റീസ്റ്റോറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു. അതായത് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പുതുക്കി പണിയൽ, ഓക്കെ, അല്ലെങ്കിൽ പുനരുദ്ധരിക്കലാണ് റീസ്റ്റോറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നുണ്ടായിരുന്നു. ഓൺ ദ റോഡ് സ്ട്രെച്ച് വാസ് ഗോയിങ് ഓൺ സൈമിൾട്ടേനിയസ്ലി. സൈമിൾട്ടേനിയസ്ലി പറഞ്ഞാൽ എന്താ? ഒരേ സമയത്ത്. സൈമിൾട്ടേനിയസ്ലി മീൻസ് ഒരേ സമയം നടക്കുന്നുണ്ടായിരുന്നു. ആൻഡ് വി വർ കൺസ്ട്രക്റ്റിംഗ്, ഞങ്ങൾ കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്ത്? ബ്രസ്റ്റ് വാൾസ്. ബ്രസ്റ്റ് വാൾസ് എന്ന് പറഞ്ഞാൽ സുരക്ഷാ ഭിത്തികൾ. എന്തിനു വേണ്ടിയിട്ട്? ടു സ്റ്റെബിലൈസ് ഇറ്റ്, ഈ സംഗതിക്ക് ബലം കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ സംഗതി ഭദ്രമാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരേ സമയം അവിടെ എന്ത് നടക്കുന്നുണ്ടായിരുന്നു? റിസ്റ്റോറേഷൻ വർക്കുകൾ നടക്കുന്നുണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഓൺ തേഴ്സ്ഡേ ഈവനിങ്, തേഴ്സ്ഡേ അതായത് വ്യാഴാഴ്ച വൈകുന്നേരം, വി നോട്ടീസ്ഡ്, ഞങ്ങൾ ശ്രദ്ധിച്ചു, ദാറ്റ് ദ ബ്രസ്റ്റ് വാൾസ്, ഈ പറയുന്ന സുരക്ഷാ ഭിത്തികൾ ഹാഡ് സ്റ്റാർട്ടഡ് സ്വെല്ലിങ്, അത് സ്വെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങിയത് ഞങ്ങൾ ശ്രദ്ധിച്ചു. സ്വെൽ മീൻസ് തള്ളി നിൽക്കുക അല്ലെങ്കിൽ ഇളകി മറിയുക. ഓക്കെ, സെൻസിങ് ദ ഡേഞ്ചർ, ശ്രദ്ധിക്കുക, ഇതൊരു ശൈലിയാണ്. സെൻസിങ് ദ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ അപകടം മണത്തുകൊണ്ട് അല്ലെങ്കിൽ അപകടം മനസ്സിലാക്കിക്കൊണ്ട്. വി ഇൻഫോംഡ്, ഞങ്ങൾ അറിയിച്ചു. ദ അഡ്മിനിസ്ട്രേഷൻ, ഓക്കെ, അഡ്മിനിസ്ട്രേഷനെ അറിയിച്ചു. ആൻഡ് വെഹിക്കിൾ മൂവ്മെൻറ്റ് വാസ് സ്റ്റോപ്ഡ്, അങ്ങനെ എന്ത് ചെയ്തു? വാഹന ഗതാഗതം, വാഹനം മൂവ്മെൻറ്റ്, വാഹനങ്ങൾ പോകുന്നത് എന്ത് ചെയ്തു? സ്റ്റോപ്പ് ചെയ്തു. സെഡ് സതീഷ് ജോഷി പറഞ്ഞു. NHAI ഒഫീഷ്യൽ, ഓക്കെ, അത് ഹൈവേ ഡിപ്പാർട്ട്മെൻറ്റ്, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്നാണ് അത് NHAI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അതിൻ്റെ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഈ പറഞ്ഞ സതീഷ് ജോഷി അറിയിച്ചു. ജോഷി പറഞ്ഞു, ആസ് എ ആപ്പിളിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ കൊയ്യുന്ന കാലഘട്ടം, അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് സീസൺ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പ് കാലം, ഈസ് ഗോയിങ് ഓൺ, ആണ്. അതായത് ഈ പറയുന്നത് ആപ്പിൾ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സ്ഥലമാണല്ലോ ഈ പറയുന്ന ഷിംല എന്നൊക്കെ പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ ആപ്പിളിൻ്റെ ഹാർവെസ്റ്റിംഗ് സീസണാണ്. അതുപോലെ പയർ അല്ലെങ്കിൽ ഈ കടലയുടെയൊക്കെ സീസണാണ്. അപ്പോൾ അതൊക്കെ ബീങ് സെൻഡ് ടു ദ വേരിയസ് മാർക്കറ്റ്സ്, വിവിധ മാർക്കറ്റുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. സെവറൽ വെഹിക്കിൾസ് കുഡ് ഹാവ് ബീൻ മൂവിങ് ഓൺ 400 meter സ്ട്രെച്ച്. അപ്പോൾ ഈ 400 സ്ട്രെച്ചിൽ ഒരുപാട് വാഹനങ്ങൾക്ക് പോകേണ്ടതുണ്ട്. വെൻ ദ ലാൻഡ് സ്ലൈഡ് സ്ട്രക്ക്, ഈ പറയുന്ന ലാൻഡ് സ്ലൈഡ് നടന്നിട്ടുള്ള ഈ ഭാഗത്ത്. ഓക്കെ, എ പോസിബിൾ ട്രാജഡി ഹാസ് ബീൻ അവേർട്ടഡ്. അപ്പോൾ എന്താണ്? ഒരു വലിയ ദുരന്തമാണ് ശരിക്കും ഇവിടെ ഉണ്ടാവേണ്ടിയിരുന്നത്. അതെന്തായി? ഒഴിവാക്കപ്പെട്ടു. അപ്പോൾ അവിടെ ഈ ഹാർവെസ്റ്റിംഗ് സീസണും ഒക്കെ ആയതുകൊണ്ട് തന്നെ ധാരാളം വാഹനങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരുമായിരുന്നു ഈ 400 meter സ്ട്രെച്ചിൽ. പക്ഷെ വലിയ അപകടം അവിടെ ഒഴിവാക്കപ്പെട്ടു എന്ന്. ഓക്കെ, ഇത്രയാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് പഠിക്കാനുള്ള വാക്കുകൾ. ഇനി നമുക്ക് ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ ഈ വാർത്തയിൽ പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സ്റ്റോപ്പേജ് നിർത്തൽ, അവേർട്ട് ഒഴിവാക്കുക, ട്രാജഡി ദുരന്തം, ലാൻഡ് സ്ലൈഡ് ഉരുൾപൊട്ടൽ, വെഹിക്കുലാർ ട്രാഫിക് വാഹന ഗതാഗതം, ബയേളി കഷ്ടിച്ച്, വാഷ്ഡ് അവേ ഒലിച്ചു പോവുക, ടൈംലി ആക്ഷൻ കാലോചിതമായ പ്രവൃത്തി, പ്രഷ്യസ് ലീവ്സ് വിലയേറിയ ജീവനുകൾ, ക്ലോസ് കോൾ കഷ്ടിച്ച് രക്ഷപ്പെടുക, സിങ്ക് ജലത്തിൽ മുങ്ങുക. അതുപോലെ റിസ്റ്റോറേഷൻ എന്ന് പറഞ്ഞാൽ പുതുക്കി പണിയൽ, പുനരുദ്ധരിക്കലാണ്. സൈമിൾട്ടേനിയസ്ലി എന്ന് പറഞ്ഞാൽ ഒരേ സമയത്ത്. സ്റ്റെബിലൈസ് എന്ന് പറഞ്ഞാൽ ഭദ്രമാക്കുക അല്ലെങ്കിൽ ഉറപ്പിക്കുക എന്നാണ്. സ്വെൽ തള്ളി നിൽക്കുക, ഇളകി മറിയുക എന്നാണ്. ഓക്കെ, അതുപോലെ സെൻസ് ദ ഡേഞ്ചർ അപകടം മനസ്സിലാക്കുക. ഹാർവെസ്റ്റിംഗ് സീസൺ വിളവെടുപ്പ് കാലം, ഹാർവെസ്റ്റിംഗ് സീസൺ വിളവെടുപ്പ് കാലം. ഇത്രയും വാക്കുകളാണ് നമുക്ക് ഈ വാർത്തയിൽ നിന്ന് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റൊരു വാർത്തയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.